കേരളത്തിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഒരുപോലെ ബാധിക്കുന്ന 3 സുപ്രധാന വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ. SSLC ഫലം കാത്തിരിക്കുന്നവർ അറിയേണ്ട മൂല്യനിർണ്ണയത്തിലെ മാറ്റങ്ങൾ, 1-ാം ക്ലാസ് പ്രവേശനത്തിലെ പുതിയ തീരുമാനം, കൂടാതെ സംസ്ഥാനത്തെ കടുത്ത ചൂട് മൂലമുള്ള നിയന്ത്രണങ്ങൾ എന്നിവ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ഇതുപോലെയുള്ള അറിയിപ്പുകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ് SSLC റിസൾട്ടിനെ കുറിച്ചാണ്. ചോദ്യങ്ങൾ സങ്കീർണമാക്കിയും ഫുൾ A+ കുറയ്ക്കാൻ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂല്യനിർണ്ണയവും കടുപ്പിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് SSLC മൂല്യനിർണ്ണയം ആരംഭിച്ചത്. മൂല്യനിർണ്ണയം കടുപ്പിക്കണമെന്ന നിർദ്ദേശം അന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ വിഷയത്തിൽ A+ കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നത് പലപ്പോഴും സർക്കാരിന് തലവേദനയാകാറുണ്ട്. മുൻ വർഷങ്ങളിൽ മുഴുവൻ A+ ലഭിച്ചിട്ടും +2-വിന് ആഗ്രഹിച്ച കോഴ്സിന് സീറ്റ് ലഭിക്കാത്തവരുടെ എണ്ണം നിരവധിയായിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് A+ കുറയ്ക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. അടുത്ത അറിയിപ്പ് കൊച്ചുകുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് തികയണമെന്ന കേന്ദ്ര നിർദ്ദേശം നിലവിലുണ്ടെങ്കിലും കേരളത്തിൽ ഈ അധ്യയന വർഷം കൂടി 5 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് പ്രവേശനം നൽകും. അടുത്ത അറിയിപ്പ് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും ട്യൂഷൻ സെൻ്ററുകളിലെയും അവധിക്കാല ക്ലാസുകൾ ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കാം. ഈ മാസം 24 വരെ കടുത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഉച്ചസമയത്ത് നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.